എല്ലാവർക്കും നമസ്കാരം. സുഖമാണോ കൂട്ടുകാരെ? നമ്മുടെ കഴിഞ്ഞ രണ്ട് മാർക്കറ്റ് പ്രൊഫൈൽസിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടായിരുന്നോ? എങ്ങനെയുണ്ട് വീഡിയോ? നല്ല കുറച്ച് അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോയുടെ അവതരണം കൊള്ളാൻ, വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നല്ലതായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഒരു വളർച്ച. സോ ഒരിക്കൽ കൂടി ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ബേസിക്സിന്റെ ക്ലാസിന്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ എന്താണ് പറഞ്ഞത്? നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ബേസിക്സ് പറഞ്ഞായിരുന്നു, ലെറ്റേഴ്സിനെ കുറിച്ചും. രണ്ടാമത്തെ വീഡിയോസിൽ നമ്മൾ IB ഇനിഷ്യൽ ബാലൻസിനെ കുറിച്ച് പറഞ്ഞു, വാല്യൂ ഏരിയയെ കുറിച്ച് പറഞ്ഞു, POC കുറിച്ച് പറഞ്ഞു. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് അടുത്തതാണ് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിൽ വരുന്ന മൂന്നാമത്തെ ഒരു കാര്യമായ ഇത് ബേസിക്സ്. നമ്മൾ ബേസിക്സിന്റെ വീഡിയോസിലാണ് പോകുന്നത്. സോ നമുക്ക് ഓരോ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായ രീതി ABC അങ്ങനെ പഠിച്ചു പോയാൽ മാത്രമേ കുറച്ചും കൂടെ നമുക്ക് പഠിക്കുമ്പോൾ പ്രയോജനം കിട്ടുള്ളൂ. സോ നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് സിംഗിൾ പ്രിൻസ്. നമ്മൾ കഴിഞ്ഞ ഈ ആഴ്ചത്തെ മൊത്തം നമ്മൾ എല്ലാ ദിവസവും രാത്രി ഒരു 10 മണിയൊക്കെ ആകുന്ന സമയത്ത് അന്നത്തെ ദിവസത്തെ മാർക്കറ്റ് പ്രൊഫൈലിന്റെ വീഡിയോസിനെ കുറിച്ചുള്ള മാർക്കറ്റിൽ നടന്ന എന്തൊക്കെയാണ് നടന്നത്, അന്നത്തെ പ്രൊഫൈൽ എന്താണ്, അന്നത്തെ POC എന്താണെന്നെ കുറിച്ചുള്ള വീഡിയോസ് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ ട്രേഡിംഗ് ആൾക്കാരാണെങ്കിൽ അത് ദയവായി അത് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിങ്ങിന് കുറച്ചും കൂടെ ഒരു ഈസിയായ രീതിയിൽ ഒരു എളുപ്പമായ രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അത് എൻ്റെ അനുഭവത്തിൽ കൂടെ പറയുന്നതാണ്. നമ്മൾ ആ ലെവൽസ് ഉപയോഗിച്ച് ചെയ്യുന്ന പല ആൾക്കാരും അവരുടേതായ രീതിയിൽ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. സോ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഓരോ ദിവസത്തെ POC നമ്മൾ പറഞ്ഞിട്ടില്ലേ, സെല്ലിംഗ് ഏരിയ, അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുന്ന മാർക്കറ്റ്. സോ ഒരു ദിവസം വെച്ചപ്പോൾ അതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയായിരിക്കും. പക്ഷെ എന്നാൽ പോലും ആ പറഞ്ഞ ട്രെൻഡിന്റെ POCക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിച്ച് നിർത്തിയത് മാർക്കറ്റ് പ്രൊഫൈലിന്റെ വാല്യൂ ഏരിയയെ കുറിച്ചായിരുന്നു. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് മാർക്കറ്റ് പ്രൊഫൈലിൽ സിംഗിൾ പ്രിൻസിനെ കുറിച്ച് പറയുന്നു, നമ്മൾ എക്സസിനെ കുറിച്ച് പറയും, പൂവർ ഹൈ പൂവർ ലോയെ കുറിച്ച് പറയും. ഇത്രയും മൂന്ന് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. സോ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് ഈ മൂന്ന് വീഡിയോയിൽ? നമുക്ക് ഓരോ വീഡിയോയും ചെറിയ ചെറിയ വീഡിയോകളായി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൊഫൈലിൽ വലിയ രീതിയിൽ പഠിക്കുന്നതിന്റെ ആ ഒരു ടെൻഷനെ ഒഴിവാക്കി കിട്ടും. നിങ്ങൾക്ക് ഓരോ വീഡിയോ നിങ്ങൾക്ക് ബാക്ക് എടുത്ത് പോയി പഠിക്കാൻ നിങ്ങൾക്ക് ഒരു എളുപ്പമാവുകയും ചെയ്യും. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് പറയുന്നത്? സിംഗിൾ പ്രിന്റ് അഥവാ സിംഗിൾസ്, എക്സസ് ആൻഡ് പൂവർ ഹൈ പൂവർ ലോ. സോ ഞാൻ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ആ സ്ട്രക്ചറിലേക്ക് പോകാം. ഇതാണ് സിംഗിൾ പ്രിന്റ്സ്. സിംഗിൾ പ്രിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇമോഷണൽ ബൈയോ ഇമോഷണൽ സെല്ലിങ്ങോ ഒരു പ്രൊഫൈലിനകത്ത്, നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിനെ പറഞ്ഞ് പ്രൊഫൈൽ എന്നാണ് പറയുന്നത്. മാർക്കറ്റിന്റെ ആ ദിവസം നമ്മൾ പറയുന്നത് പ്രൊഫൈലാണ്. നമ്മൾ ക്യാൻഡിൽ എന്ന് പറയുന്നത് പോലെ, ക്യാൻഡിൽ സ്റ്റിക് പാറ്റേണിൽ നമ്മൾ ക്യാൻഡിൽ എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മൾ പറയുന്നത് പ്രൊഫൈൽ എന്നാണെന്ന് പറയുന്നത്. പ്രൊഫൈൽ. സോ ഒരു പ്രൊഫൈലിന് ഇടയ്ക്ക് ഒരു നൂല് പോലെ ഒരു ലെറ്റർ മാത്രമേ വരുള്ളൂ. ആ ലെറ്റർ മാത്രമേ ആ ഭാഗത്ത്, ഫോർ എക്സാമ്പിൾ AB ലെറ്ററും പ്രിന്റ് ചെയ്ത് CND ഒക്കെ മൂവ് ചെയ്തതിനു ശേഷം ഈ ഒറ്റയടി കയറിപ്പോയി. എന്നിട്ട് പിന്നെ അതിന് മുകളിൽ F G എല്ലാം ട്രേഡ് ചെയ്ത് FGHIJK എല്ലൊക്കെ ട്രേഡ് ചെയ്യും. സോ ആ ഒരു G എന്ന് പറഞ്ഞ അല്ലെങ്കിൽ നമ്മളെ F എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ പീരീഡിൽ നമ്മളിപ്പോ X എന്ന് പറഞ്ഞ യിലായതുകൊണ്ട് ഈ പീരീഡിൽ ഒരു സിംഗിൾ ലെറ്റർ, ഒരു പ്രൊഫൈലിൽ ഒരു സൈഡിൽ സിംഗിൾ ലെറ്റർ ഉള്ളതിനെ മാത്രം പറയുന്ന പേരാണ് സിംഗിൾ പ്രിന്റ്സ്. ഇതേ സിംഗിൾ പ്രിന്റ്സ് A പീരീഡിൽ വരികയാണെങ്കിൽ നമ്മൾ അതിനെ പറയും സിംഗിൾസ് എന്ന് പറയും. എയിലോ ബിയിലോ ആ ലെറ്റർ വരികയാണെങ്കിൽ, നമ്മൾ പ്രത്യേകിച്ച് A പീരീഡിൽ നമ്മൾ അത് വരികയാണെങ്കിൽ നമ്മൾ അതിനെ സിംഗിൾസ് എന്ന് പറയും. A സിംഗിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ബിഗ്ഗസ്റ്റ് പ്ലെയർ പ്രൊഫൈൽ ഒരു A പീരീഡിൽ സിംഗിൾസ് വിത്ത് വോളിയം വരികയാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഹ്യൂജ് വോളിയം പ്രസൻസ് അവിടെ ഉണ്ടെന്നർത്ഥം. സോ ഇവിടെ നിങ്ങൾ ഈ പ്രൊഫൈൽ കാണുന്നു. ഈ പ്രൊഫൈൽ ഞാൻ വച്ചിരിക്കുന്നത്
ഈ ഒരു ഓറഞ്ച് കളർ ഇങ്ങനെ ബോക്സ് വെച്ചിട്ട് കാണിച്ചിരിക്കുന്നതാണ് സിംഗിൾസ് എന്ന് പറയുന്നത്. പക്ഷെ താഴെ നിങ്ങൾ കാണുന്നല്ലോ, താഴെ എ പീരീഡിലും ഉണ്ട്. പക്ഷെ നമ്മൾ ഇതിനെ സിംഗിൾസ് എന്ന് പറയുള്ളൂ, സിംഗിൾ പ്രിന്റ് എന്ന് പറയില്ല. അത് സിംഗിൾസ് എന്ന രീതിയിൽ പറയും. അത് സിംഗിൾ പ്രിന്റ് തന്നെയാണ്. പക്ഷേ ഒരു പ്രൊഫൈലിന്റെ രണ്ട് ഡിസ്ട്രിബ്യൂഷനെ തമ്മിൽ വേർതിരിക്കുന്ന ലെറ്ററിനെ പറയുന്ന പേരാണ് സിംഗിൾ പ്രിന്റ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അതായത് മുകളിൽ ഈ കണ്ടോ, ഇവിടെ ഈ പ്രൊഫൈലിലെ ഈ ബോക്സിന്റെ മുകളിലും കുറച്ച് കുറെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ കുറെ ലെറ്റർ ജെ കെ എൽ എം ഉണ്ട്. താഴെ നോക്കുമ്പോൾ ഇവിടെ കുറെ ലെറ്റേഴ്സ് ഉണ്ട്. സോ ഒരു പ്രൊഫൈലിന്റെ രണ്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിങ്ങും ബൈയിങ്ങും നടക്കുന്ന ഏരിയ, അത്രേ ഉള്ളൂ. സോ ഈ രണ്ട് പ്രൊഫൈലിന് ഇടയ്ക്ക് വരുന്ന ഒരു സിംഗിൾ ലെറ്റർ ആയത് കൊണ്ടാണ് ഇതിനെ സിംഗിൾ പ്രിന്റ് എന്ന് പറയുന്നത്. സോ ഇതെന്താണ്, ഒരു ഇമോഷണൽ ബൈ ഓർ ഇമോഷണൽ സെല്ലിംഗ് ആണ്. മോക്കറ്റ് കയറി പോകണമെങ്കിൽ ഇമോഷണൽ ബൈ എന്ന് പറയും, താഴോട്ട് ഇറങ്ങി പറയുകയാണെങ്കിൽ ഇമോഷണൽ സെല്ലിംഗ് എന്ന് പറയും. വേറെ ഒന്നുമല്ല, ഒരു എക്സ്റ്റൻഷൻ നടന്നു. നമുക്കൊരു ട്രെൻഡ് ഡേക്കുള്ള ഒരു മൂവ്മെന്റ് കിട്ടി, മുകളിലോട്ട് മാർക്കറ്റ് കയറി, ഇല്ല താഴോട്ട് മാർക്കറ്റ് ഇറങ്ങി. ഇതിന്റെ എൻഡ് പോയിന്റിനെ എപ്പോഴും നമ്മൾ എന്ത് കാര്യം കൺസിഡർ ചെയ്യും? എൻഡ് പോയിന്റും സ്റ്റാർട്ടിംഗ് പോയിന്റ് യൂസ് ചെയ്യാറുണ്ട് പലരും. സോ എൻഡ് പോയിന്റ്, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, എൻഡ് പോയിന്റ് ആൻഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ് കൺസിഡർഡ് ആസ് എ പൊട്ടൻഷ്യൽ ബൈ ഓർ പൊട്ടൻഷ്യൽ സെൽ. നമ്മളിവിടെ പറയും പൊട്ടൻഷ്യൽ ഡിമാൻഡ് ഓർ സപ്ലൈ സോൺ. മനസ്സിലായി? നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇത് ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് ആക്കി പഠിപ്പിച്ച സമയത്ത് ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ക്യാൻഡിൽ സ്റ്റിക്കിലാക്കി പഠിപ്പിച്ച സമയത്താണ് ഈ സ്ലൈഡ് ചെയ്തത്. കുറച്ച് സ്ലൈഡ്സിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി പുതിയ പുതിയ രീതിയിലേക്ക് മാറുന്നു. സോ നമ്മൾ ഇവിടെ എന്ത് പറയും? സപ്പോർട്ടും റെസിസ്റ്റൻസും പറയുന്നത് ഡിമാൻഡും സപ്ലൈ എന്ന് പറഞ്ഞാൽ, ഡിമാൻഡാണ് സപ്പോർട്ട്, റെസിസ്റ്റൻസ് ആണ് സപ്ലൈ. സോ ഇവിടെ പ്രൊഫൈലിന്റെ ഈ ഏറ്റവും ബോക്സിന്റെ മുകൾ ഭാഗത്ത് നമ്മളൊരു എൻഡ് ഉണ്ട്, താഴെ എൻഡ് ഉണ്ട്. സോ ഈ തുടക്കവും എൻഡും ഇവിടെ ഈ പ്രൊഫൈൽ കാണുന്ന ഒരാൾക്കാണെങ്കിൽ എന്താ നമ്മൾ പറയും? ഡിമാൻഡ് ആണ്. ദിസ് എ പൊട്ടൻഷ്യൽ ഡിമാൻഡ് സോൺ ആണ്. തിരിച്ചിറങ്ങി വരുന്ന പ്രൊഫൈൽ ആണെങ്കിൽ നമ്മൾ അതിനെ പറയും പൊട്ടൻഷ്യൽ സപ്ലൈ സോൺ എന്ന് പറയും. ഇതിന് നമ്മൾ എക്സസിനെ കുറിച്ച് അടുത്ത സ്ലൈഡിൽ പഠിക്കും. എക്സസ് ആണ്, പക്ഷെ ഇൻസൈഡ് ദ പ്രൊഫൈൽ വന്നതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് പറയും? സിംഗിൾ പ്രിന്റ്. നിങ്ങൾ അതിന് ആ ഒരു വാക്ക് നിങ്ങൾ വിട്ടേക്കുക. സോ സിംഗിൾ പ്രിന്റ് രണ്ട് പ്രൊഫൈലുകളെ അല്ലെങ്കിൽ രണ്ട് പ്രൊഫൈലുകളെ തമ്മിൽ രണ്ട് പ്രൊഫൈലില്ല, രണ്ട് ഡിസ്ട്രിബ്യൂഷനുകളെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ലെറ്റർ, ഒറ്റ ലെറ്റർ മാത്രമേ ആ ഭാഗത്ത് കാണുള്ളൂ. അതിന് ഇമോഷണൽ ബൈ അല്ലെ ഇമോഷണൽ ഒരു ട്രെൻഡ് മൂവ്മെന്റ് വന്നു, മാർക്കറ്റിൽ മൂവ് കിട്ടി. അതിന്റെ എൻഡ് പോയിന്റും സ്റ്റാർട്ടിംഗ് പോയിന്റും നമ്മളെ പൊട്ടൻഷ്യൽ സപ്ലൈ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിമാൻഡ് സോൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. They are represents with a single TPO printed on markup profiles. ഒരേ ഒരു ലെറ്ററെ ആ ഒരു രണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഇടയ്ക്ക് മുകളിൽ കുറെ ട്രേഡ് നടന്നിട്ടുണ്ടാവും, താഴെ കുറെ ട്രേഡ് നടന്നിട്ടുണ്ടാവും. ഇതിനിടയ്ക്ക് ഒരു ഒറ്റ ലെറ്റർ മാത്രം കാണുന്ന പ്രൊഫൈലാണ് സിംഗിൾ പ്രിന്റ് ഉള്ള പ്രൊഫൈൽ എന്ന് പറയും. സോ അവിടെ ഒരു ലെറ്റർ മാത്രമേ കാണുള്ളൂ. ഇവിടെ ലോ വോളിയം ആയിരിക്കും, കാരണം ഹൈ വോളിയം നടക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് ഒറ്റടി കയറി പോകുന്ന സമയത്ത് ആ ഒരു ഏരിയയിൽ വോളിയം വളരെ കുറവായിരിക്കും. കാരണം എന്താണ്? കിട്ടുന്ന ബൈ എല്ലാം വാങ്ങിച്ചല്ലേ മാർക്കറ്റ് കയറി പോണത്. ഇപ്പൊ 10 രൂപയ്ക്ക് വാങ്ങാൻ നിൽക്കുന്നു, വാങ്ങിച്ചു 10 രൂപയ്ക്ക്, 11 രൂപയ്ക്ക് ബയറില്ല, 12 രൂപയ്ക്ക് ഉള്ളു, 12 രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പൊ ഒരു മാർക്കറ്റ് കയറി പോകുന്ന സമയത്ത് ഒരു കൂടുതൽ ഡിമാൻഡ് വരുന്നതുകൊണ്ടാണ് അത് വരുന്നത്. അതേ സമയത്ത് മാർക്കറ്റ് ഇറങ്ങി വരുന്ന സമയത്ത് കൂടുതൽ സപ്ലൈ വരുന്നു. സോ ഇത്രയും മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. സോ അടുത്തത് ഇതിന് നമ്മൾ യൂഷ്വലി ഒരു മാർക്കറ്റിന്റെ സ്ട്രക്ചർ സമയത്ത് ഈ വരുന്ന ഏരിയാസ് അന്നത്തെ ദിവസം അല്ലെങ്കിൽ പോലും പിറ്റേ ദിവസങ്ങളിൽ ഫിൽ ചെയ്യാറുണ്ട്. സോ നമ്മൾ ഈ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന നമ്മൾ ലാസ്റ്റ് നമുക്ക് വരാൻ പോകുന്ന മാർക്കറ്റ് പ്രൊഫൈൽ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ഇത് വെച്ചുള്ള ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കും. ആ സമയത്ത് ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ പൊട്ടൻഷ്യൽ ഏരിയ, ഈ സിംഗിൾ പ്രിന്റിന്റെ ഏരിയ പിന്നെ എപ്പോഴെങ്കിലും മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്ത് ഫിൽ ചെയ്ത് പോകും. അതൊരു മാർക്കറ്റ് പ്രൊഫൈൽ ഒരു സിസ്റ്റം. മാർക്കറ്റ് പ്രൊഫൈൽ എന്ത് സാധനവും റീവിസിറ്റബിൾ ആണ്. ചിലപ്പോൾ സംടൈംസ് ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ്, സംടൈംസ് ഇറ്റ് വിൽ ടേക്ക് മന്ത്സ്, അങ്ങനെ പല സമയം എടുത്താൽ പോലും ഈ മാർക്കറ്റ് പ്രൊഫൈലുള്ള ഒട്ടുമുക്കാലുള്ള കാര്യങ്ങളും റീവിസിറ്റബിൾ, അതായത് നമ്മൾ ആ സ്ഥലത്ത് പോയി ഒന്ന് കണ്ടിട്ട് തിരിച്ച് വരും. അതുപോലെ എന്താണ്, യൂഷ്വലി ഈ ലോ വാല്യൂ ഉള്ള സ്ഥലത്ത് മാർക്കറ്റ് പിന്നെ ഫില്ലിങ് നടക്കും. ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ സിമന്റ്, നമ്മള് ബേസ്മെന്റ് കെട്ടുന്നത് പോലെ അതിന്റെ കല്ലിട്ട് അതിന്റെ പുറത്ത് കുറെ മണ്ണിട്ട് സിമന്റ് ഒക്കെ ചെയ്ത് പൂശി എല്ലാം എടുത്ത് വെക്കും പോലെ ഈ ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടി പിന്നെ മാർക്കറ്റ് വരും. അപ്പൊ ഒന്നുകൂടെ ഞാൻ സിംഗിൾ പ്രിന്റിനെ കുറിച്ച് പറഞ്ഞത്. എന്താണ് സിംഗിൾ പ്രിന്റ്? ഒരു പ്രൊഫൈലിനകത്ത് രണ്ട് ഡിസ്ട്രിബ്യൂഷനെ തമ്മിൽ ഡിവൈഡ് ചെയ്ത് കാണുന്ന ഒറ്റ ലെറ്റർ ഉള്ള ഇതിനെ പറയുന്ന പേരാണ് സിംഗിൾ പ്രിന്റ്. ഇതൊരു പൊട്ടൻഷ്യൽ ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ ഏരിയ ആണ്.
ഇതിലൊരു ഒരു ഇമോഷണൽ ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ പെട്ടെന്ന് ഒരു ബൈ വരുന്ന സമയത്ത് സെല്ല് വരുന്ന സമയത്ത് കിട്ടുന്ന റേറ്റിന് വാങ്ങിച്ച് പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അത് ലോ വാല്യൂ ഉള്ള ഏരിയ തന്നെ ഒറ്റ ലെറ്റർ മാത്രമേ, ഹൈ വാല്യൂ എന്ന് പറഞ്ഞാൽ അവിടെ കുറെ ലെറ്റർ വരും. അപ്പൊ ലോ വാല്യൂ ഉള്ള സമയത്ത് കുറെ ലെറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹൈ വാല്യൂ എന്ന് പറയും, ഏരിയ എന്ന് പറയും. കുറച്ച് ഒറ്റ ലെറ്റർ മാത്രമാണെങ്കിൽ ലോ വാല്യൂ ഏരിയ എന്ന് പറയും. സോ ഒറ്റ ലെറ്റർ മാത്രം ആയതുകൊണ്ട് അത് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത്രയും മാത്രം ഓർത്താൽ മതി. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കുക. നമുക്ക് പിന്നെ അടുത്ത സ്ലൈഡ്സിൽ നമ്മൾ ക്ലിയർ ആക്കി പോവാം. ഇനി അടുത്ത വരാൻ പോണത് എക്സസ്. എക്സസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിംഗിൾ പ്രിന്റ് ആണ്. പക്ഷെ ഒരു പ്രൊഫൈലിന്റെ മുകളിലോ താഴെയോ വരുന്നതിനെ പറയുന്ന പേരാണ് എക്സസ്. മനസ്സിലായ? ഒരു പ്രൊഫൈലിന്റെ മുകളിലോ താഴെയോ ഓരോ ലെറ്റർ വരുന്നതിനാണ് നമ്മൾ പറയുന്ന പേര് എക്സസ് എന്ന് പറയും. ഇപ്പൊ സപ്പോസ് നിങ്ങൾ മുകളിൽ പോവുകയാണെങ്കിൽ ഇപ്പൊ ഈ പ്രൊഫൈൽ കാണാനായി താഴെ വരുന്ന എ പി സിംഗിൾസ് ആണ്, അത് നോക്കല്ലേ, എ പി സിംഗിൾസ് ആണ്. എയുടെ ലെറ്ററിൽ വരാൻ പാടില്ല, അത് ഓർത്തോണം. എയും ബിയും ഒഴിച്ച് ബാക്കി എന്തിൽ വന്നാലും നമ്മൾ ഓർത്തോണം. ഇപ്പൊ ഈ എ ലെറ്റർ ഇവിടെ സാറേ ഇവിടെ ഒറ്റ ലെറ്റർ മാത്രമല്ല കാണുന്നുള്ളൂ, ഈ അത് എക്സസ് അല്ല. ശ്രദ്ധിച്ചാ, ഏറ്റവും മുകളിൽ എമ്മിൽ ഒരൊറ്റ എം ലെറ്റർ മാത്രമേ ഉള്ളൂ, അതൊരു എക്സസ് ആണ്. അതേപോലെ ഇതിപ്പോ ബൈയിങ് പ്രൊഫൈൽ ആയതുകൊണ്ട് മുകളിൽ വന്നു, തിരിച്ച് താഴത്തെ സെല്ലിംഗ് പ്രൊഫൈൽ ആണെങ്കിൽ എം താഴെയല്ലേ വരുള്ളൂ. സോ അവിടെ ഒരു ഒറ്റ ലെറ്റർ ആണെങ്കിൽ അത് സെല്ലിംഗ് എക്സസ് ആണ്. സോ എക്സസ് സീൻ അറ്റ് ടോപ്പ് ഓർ ബോട്ടം ഓഫ് എ പ്രൊഫൈൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എൻഡ് ഓഫ് എൻ ഓപ്ഷൻ. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലെറ്റർ മാത്രം വരികയാണെങ്കിൽ ആരാണോ ആ പർട്ടിക്കുലർ മാർക്കറ്റിനെ കയറ്റുകയോ ഇറക്കിക്കൊണ്ട് പോവുകയോ ചെയ്യുന്നത് അയാളുടെ പൊസിഷൻസ് അയാളവിടെ ക്ലോസ് ചെയ്യുന്നു അർത്ഥം. അതായത് ഫർദർ മൂവ്മെന്റ് നമുക്ക് വളരെ ലെസ് ചാൻസിലേ കിട്ടുള്ളൂ. ഇത് മാത്രം ഓർത്തോളുക. നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓർമ്മയുണ്ട്, ഒരു ഒറ്റ ക്യാൻഡിൽ വീൽ ഒരു വലിയ വര പോലെ കാണും. കണ്ട, നിങ്ങൾ താഴെ കണ്ട ഒരു വലിയ വര പോലെ സ്ട്രോങ് എക്സസ് ആണ്, അതൊരു എക്സസ് ക്യാൻഡിലാണ്. മനസ്സിലായ? മാർക്കറ്റ് ഇറക്കിക്കൊണ്ട് വന്നവൻ പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. സോ ഒരു സിംഗിൾ വര പോലെ കാണും, അതെല്ലാം എക്സസ് ആണ്. അതായത് ഈ വലിയ ലെറ്റർ നമ്പർ ഓഫ് ഒന്നിന് കൂടുതലും 2 3 ആയാലും കുഴപ്പമില്ല, അതിന് എക്സസ് എന്ന് പറയും. കാരണം എന്താണ്, അത് പ്രൊഫൈലിന്റെ മുകളിലോ താഴെയോ അല്ലേ വരുന്നത്. നടുക്ക് വന്നാൽ മാത്രമേ സിംഗിൾ പ്രിന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു പ്രൊഫൈലിന്റെ നടുക്ക് വന്ന് രണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഡിവൈഡ് ചെയ്ത് വയ്ക്കുന്ന ലെറ്റർ ആയിട്ട് ഒറ്റ ലെറ്റർ മാത്രമായിട്ട് സിംഗിൾ എന്ന് പറയും. ഇവിടെ ഒരു പ്രൊഫൈലിന്റെ ഏറ്റവും മുകളിലോ താഴെയോ വരാം, പക്ഷെ എയും ബിയിൽ വരാൻ പാടില്ല. അങ്ങനെ ചോദിക്കല്, സാറേ ഒരു സിംഗിൾ എ ലെറ്റർ ഒറ്റ എക്സസ് അല്ല. എയും ബി അതൊരു ഐ ബി ആണ്. ഐ ബിയിലുള്ള എക്സസ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇത് താഴെ മുകളിൽ വരുന്നെങ്കിൽ നമ്മൾ എന്ത് പറയും, ബൈ സെല്ലിങ് ടൈൽ എന്നോ, അല്ല താഴെ വരുന്നതിന് നമ്മൾ എന്ത് പറയണം, ബൈയിങ് ടൈൽ എന്ന് പറയും. ടൈൽസ് വരുന്നു, അതായത് ഒരു പ്രൊഫൈലിന് എക്സ്ട്രീമിൽ വന്നാലും ഇത് നമ്പർ ഓഫ് ഒന്നല്ല, 1 2 3 ആയാലും കുഴപ്പമില്ല, പക്ഷെ പ്രൊഫൈലിന്റെ മുകളിലോ താഴെയോ മാത്രമേ വരാൻ പാടുള്ളൂ. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. എക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് സിംഗിൾ പ്രിന്റ് തന്നെയാണ്. പക്ഷേ അത് വ്യത്യാസം എന്താണ്, അവൻ പ്രൊഫൈലിന്റെ ഏറ്റവും മുകളിലോ ഏറ്റവും താഴെയോ വരും. അപ്വേർഡ് പ്രൊഫൈൽ ആണെങ്കിൽ ഏറ്റവും മുകളിൽ വരും, ഡൗൺവേർഡ് പ്രൊഫൈൽ ആണെങ്കിൽ ഏറ്റവും താഴെ വരും. നടുക്ക് വരില്ല. നടുക്ക് വന്നാലും സിംഗിൾ പ്രിന്റ് എന്ന് പറയുള്ളൂ. മനസ്സിലായോ? പിന്നെ നമ്മൾ എന്ത് പറയും, നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് താഴെ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ, ക്യാൻഡിൽ സ്റ്റിക്കിന്റെ പാറ്റേണിനകത്ത് നമുക്ക് എന്ത് പറ്റും, നമുക്ക് അവിടെ ഒരു ലോങ് വിക്ക് മുകളിൽ വരും. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, നമ്മളിവിടെ പറയും ഹാമർ ക്യാൻഡിൽ എന്ന് പറയും. തിരിച്ചു എന്ത് പറയും, റിവേഴ്സ് ഹാമർ അല്ലെങ്കിൽ ഇൻവെർട്ടഡ് ഹാമർ എന്ന് പറയും. മനസ്സിലായോ? നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിലൊക്കെ വരുമ്പോൾ ഇതിനെ പറയുന്നത് എന്താണ്, ലോങ് വിക്ക് ഉള്ളത്. അതുകൊണ്ട് എന്ത് പറയുന്നത്, അതും ഒരു സിംഗിൾ പ്രിന്റ് തന്നെയാണ്. അവിടെ ഡിമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ മുകളിൽ വരുമ്പോൾ സപ്ലൈ ഉണ്ട്. അത്രയും മാത്രം ഓർത്തുകൊള്ളുക. ഇത് മാത്രം എക്സസ് എന്ന് പറയും. പിന്നെ എക്സസിന് ഏറ്റവും വലിയ എക്സസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ആ പർട്ടിക്കുലർ മൂവ്മെന്റ് മാർക്കറ്റിൽ വരുന്ന സമയത്ത് ആ മൂവ്മെന്റ് കൊടുത്ത ആള് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്ന് അർത്ഥം. 99% ഓഫ് ടൈമും ഈ മൂവ് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് കുറവാണ്. അതുവരെ എൻഡ് ഓഫ് എൻ ഓപ്ഷൻ, അതായത് ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നിപ്പോ മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടൊരു ഓപ്ഷൻ ആണ്. ശ്രദ്ധിച്ചായിരുന്നോ? താഴോട്ട് വന്ന സമയത്ത് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് എന്ത് പറ്റി, അവിടെ ഒരു സിംഗിൾ പ്രിന്റ് വന്നിട്ടുണ്ട്, ഒരു ക്യാൻഡില് വന്നിട്ടുണ്ട്. സോ ഏത് ലെറ്റർ എന്ന് നോക്കി ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ മെസ്സേജ് അയക്കുക, ഞാൻ പറഞ്ഞു. ആ ലെറ്ററിനകത്ത് നമുക്ക് എന്ത് പറ്റി, നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ലെറ്ററിനകത്ത് നമുക്ക് എന്ത് പറ്റുന്ന വെച്ചാൽ, ആ ലെറ്ററിനകത്ത് നമുക്ക് ഇന്നത്തെ സമയത്ത് ഓപ്ഷൻ സംഭവിച്ചു. എന്ത് പറ്റി, അവിടുത്തെ ഓപ്ഷൻ കൊണ്ടുവന്ന ആള് ആ ഓപ്ഷനെ എൻഡ് ചെയ്തിട്ട് പോയി. കാരണം താല്പര്യമില്ല, വീക്കെൻഡ് ആയതുകൊണ്ട് താല്പര്യമില്ല.
ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരാം. സോ ഒരു ഓപ്ഷൻ എൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് എക്സസ് എന്ന് പറയുന്നത്. അത് മാത്രം ഓർത്തോളുക. സിംഗിൾ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എൻഡ് ചെയ്യാനല്ല, സിംഗിൾ പ്രിന്റ് പ്രൊഫൈലിന്റെ അകത്ത് വരുന്നതായതുകൊണ്ട് അതൊരു ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയാണ് അവിടെ, ഡിഫറൻസ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ ഓർത്തോളുക, ഈ എക്സസിനെ എപ്പോഴും റീവിസിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സിംഗിൾസിനെ വേണമെങ്കിൽ റീവിസിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സസ് പഠിച്ചു, സിംഗിൾ പ്രിന്റ് പഠിച്ചു. ഇനി മൂന്നാമത്തെ കാര്യമാണ് പുവർ ഹൈ, പുവർ ലോ. ഒന്നും വേണ്ട, ഏറ്റവും മുകളിലോ താഴെയോ 2 ലെറ്റർ മാത്രമേ കാണുള്ളൂ. എന്താണ്? ഏറ്റവും മുകളിലോ താഴെയോ 2 ലെറ്റർ മാത്രമേ കാണൂ. നിങ്ങളോട് ശ്രദ്ധിച്ചായിരുന്നു, ഓപ്പൺ ചെയ്ത് അവിടെ തന്നെ ഓപ്പൺ എ ആണ്, എ അവിടെ തന്നെ എയും ബി, അതിന് മുകളിൽ വേറെ ലെറ്റർ പോയിട്ടില്ലല്ലോ. സോ ഇതിനെ നമ്മൾ എന്ത് പറയും? പുവർ ഹൈ എന്ന് പറയും. ചിലപ്പം ബിയും സിയും കാണും, ഒറ്റ ലെറ്റർ. ചിലപ്പോൾ ഡിയും ഇയും കാണും. മനസ്സിലായ? അവിടെ 2 ലെറ്റർ മാത്രമേ വരുള്ളൂ. ഇതിനെ പറയുന്ന പേരാണ് പുവർ ഹൈ ഓർ പൂർ. താഴെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? പുവർ ലോയും. മുകളിൽ വരുന്നതിന് പുവർ ഹൈ. ശ്രദ്ധിച്ചായിരുന്നാൽ 2 ലെറ്റർ മാത്രമേ വരുള്ളൂ, മുകളിലോ താഴെയോ. ഒന്നിനെ നമ്മൾ മുകളിൽ വരുന്നെങ്കിൽ പുവർ ഹൈ എന്നും പറയും, താഴെ വരുന്നെങ്കിൽ പുവർ ലോ എന്നും പറയും. ഇറ്റ്സ് കൺസിഡർ ആസ് എ ലാക്ക് ഓഫ് എക്സസ്. എക്സസ് ഇല്ലാത്ത, എക്സസ് പറഞ്ഞാൽ ഒരു ലെറ്റർ മോളിൽ പോകണം, ഇത് മോളിൽ പോകാൻ ലാക്ക് ഓഫ് എക്സസ്, അത്ര മാത്രം. അത് നോക്കണ്ട, 2 ലെറ്റർ വന്നിട്ടുണ്ട്, അങ്ങനെ മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഒരു ടെയിലൊന്നും കാണൂല, വാലും തുമ്പും ഒന്നും കാണൂല. പിന്നെ നമ്മൾ ചിലപ്പോൾ എന്ത് പറയും? ഡബിൾ ടോപ്പ്, ഡബിൾ ബോട്ടം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡബിൾ ബോട്ടം, ഡബിൾ ടോപ്പ് എന്നൊക്കെ പറയും. ഒരേ സ്ഥലത്ത് തന്നെ ഹൈ ഉണ്ട്, 2 ക്യാൻഡിൽ ഹൈ വന്ന് തിരിച്ചു വരുന്നു. അതേസമയം തിരിച്ച് അതേപോലെ ഒരേ സ്ഥലത്ത് തന്നെ ലോ, 2 ക്യാൻഡിലും ലോയും വന്നിട്ടുണ്ട്. സോ ഡബിൾ ബോട്ടം. സെയിം ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ ബോട്ടം, ഡബിൾ ടോപ്പ് എന്ന് പറയും. ഇവിടെ നമ്മൾ എന്താ പറയുക? 2 ലെറ്റർ മാത്രം വന്നിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് റീവിസിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓർത്തുകൊള്ളുക, പുവർ ഹൈസും പുവർ ലോസും റീവിസിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് നമുക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ട്രേഡ് സെറ്റപ്പ് ആണ്. നിങ്ങളെ മനസ്സിൽ ഓർത്തോണം. നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി പഠിക്കുക, നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും. ഇതൊക്കെ ട്രേഡ് സെറ്റപ്പ് ആണ്. നാളെ ഒരു പൂർ ഹൈ ഉണ്ടായി കഴിഞ്ഞാൽ ചോദിക്കും, സാറേ പൂർ ഹൈ ഉണ്ടായിട്ടുണ്ട്, അപ്പൊ ഇന്നത്തെ ലോയ്ക്ക് താഴെ പോയിട്ടില്ലെങ്കിൽ നാ തിരിച്ച് റീവിസ് ചെയ്യാൻ ചാൻസ് കൂടുതലല്ലേ? അതെ, റീവിസിറ്റ് കൂടുതലാണ്. സോ നിങ്ങൾ ഓർക്കുക, ആ ദിവസം ഇപ്പൊ ഈ കാൻഡിൽ ഇപ്പൊ ഒരാൾ ചോദിക്കണം, സാറേ 7935 ആണ് ലോ, എക്സാമ്പിൾ. നാളെ 7935 മുകളിൽ താഴെ പോയിട്ടില്ല മാർക്കറ്റ്. സോ നമ്മളെ മനസ്സെന്താണ്? ഈ പൂർ ഹൈ വന്ന പൂർ ഹൈ, അതായത് 8005 എന്ന് വെച്ചോ, ആ 8005 റീവിസിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സാറേ ഞാൻ ഇവിടെ നിന്ന് കോൾ എടുത്തേക്കാം, നമ്മൾ എടുക്കാം. ഇൻ ദ മണി മന്ത്ലി പൊസിഷൻ എടുത്ത് നോക്ക്, റിസ്ക് കുറച്ച് കുറവായിരിക്കും. ആ 7935 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് വെയിറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഫ്യൂച്ചർ എടുക്കുക. അപ്പൊ ഈ രീതിക്ക് നമുക്ക് പഠിക്കാൻ പറ്റും. ഇതൊക്കെ ട്രേഡ് സെറ്റപ്പ് ആണ്, മനസ്സിലായ? ആ ഏരിയ പിന്നെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലിക്വിഡിറ്റി വരും മാർക്കറ്റിൽ, അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പോവാം. സോ റീവിസിറ്റ് ചെയ്യും, അതാണ് ഒരു ട്രേഡ് സെറ്റപ്പ്. ഇത്രയും കാര്യം ഓർത്തോളൂ. സോ പൂർ ഹൈയും പൂർ ലോയും എന്താണ്? 2 ലെറ്റർ താഴെയോ മുകളിലോ വരുന്നത്, 2 ലെറ്റർ. അത് എയോ ബിയോ സിയോ ഡിയോ എന്ത് വേണം, 2 ലെറ്റർ മാത്രമേ, അതിന് മുകളിൽ വേറെ ഒന്നും കാണില്ല. 2 ലെറ്റർ വന്നവിടെ നിൽക്കും, ആ കട്ട വന്നവിടെ നിൽക്കും, അത്രേ ഉള്ളൂ. സോ ഇതിനെ നമ്മൾ പറയുന്നത് ലാക്ക് ഓഫ് എക്സസ്. എക്സസ് വരാൻ മുകളിൽ ലെറ്റർ വന്നെങ്കിൽ എക്സസ് വന്നു, അവിടെ വന്നിട്ടില്ല, അത്രേ ഉള്ളൂ. അവിടെ എന്താണ്? ഇത് നമ്മൾ കാൻഡിൽസ്റ്റിക് പാറ്റേണിൽ പഠിക്കുകയാണെങ്കിൽ ഡബിൾ ബോട്ടവും ഡബിൾ ടോപ്പും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് ഹയർ 99% റീവിസിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അങ്ങനെ റീവിസിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണെങ്കിൽ അതൊരു ട്രേഡ് സെറ്റപ്പ് ആണ്, മനസ്സിലായ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നമ്മളൊന്ന് പഠിച്ചെന്താണ്? പൂവർ ഹൈ, പൂവർ ലോ പഠിച്ചു, എക്സസ് പഠിച്ചു, സിംഗിൾ പ്രിന്റ് പഠിച്ചു. ഈ 3 കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ ഓർത്ത് വെക്കുക, നോട്ട് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ ഞാൻ വളരെ സിമ്പിൾ ആയ രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമന്റ് സെക്ഷനിൽ പോടുക, സാറേ അതൊന്നും ഇടുക, ഒന്ന് മാറ്റി ഒന്നുകൂടെ ഡിസൈൻ ചെയ്ത് ഒന്നുകൂടെ പറഞ്ഞു തരാൻ പറ്റുമോ സാറേ? അല്ലെങ്കിൽ എന്താണ് വിഷ്ണുത്ത ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? പറഞ്ഞുതരാം, എനിക്കൊരു പ്രശ്നമില്ല. ബിക്കോസ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രേഡിംഗ് അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. സോ എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ കാണാത്തവർ വീണ്ടും കാണുക. ആദ്യം മുതലേ പഴയ വീഡിയോയുടെ ആൾക്കാർ കാണാനുണ്ടെങ്കിൽ അവർ വീണ്ടും ഈ പഴയ ഒന്നുള്ള മാർക്കറ്റ് ബുക്ക് പ്രൊഫൈൽ ബേസിക് 1, 2, ഇതിപ്പോ 3ാമത്തെ വീഡിയോ ആണ്. ഈ 3 കൂടിയും ഇരുത്തിയിരുത്തി കാണുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോ മാർക്കറ്റ് പ്രൊഫൈൽ ബേസിക് 4 വീഡിയോയിലൂടെ പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാം. സോ നമ്മൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, ഓർത്ത് വയ്ക്കല്ല, നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. സിംഗിൾ പ്രിൻസ്, എക്സസ്, പൂവർ ഹൈയും പൂവർ ലോയും.
സോ എല്ലാവർക്കും നമസ്കാരം, ഒരു നല്ലൊരു ദിവസം നേരുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും മാർക്കറ്റ് പ്രൊഫൈൽ പഠിക്കാൻ താല്പര്യമുള്ളവരേക്ക് ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരിക. അവർക്കും ഇതൊരു പ്രയോജനമാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങളുടെ